ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ വോട്ടർ ഐ ഡി കാർഡിനെ ഓൺലൈനിലൂടെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. അതിന്റെ ലൈവ് പ്രോസസ് ഞാൻ ഇന്ന് പറഞ്ഞു തരും. വരും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക voters.eci.gov.in. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് സർവീസസ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പക്ഷെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങളെ ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ സെയിം ടു സെയിം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിനു ശേഷം റിക്വസ്റ്റ് OTP ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ ലോഗിൻ ആയി പോകും. ഇവിടെ ഒരു ചിലവർക്ക് ലോഗിൻ ഐ ഡി കാണൂലായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ അവർ ഡയറക്റ്റ് ആയിട്ട് BLO സൈഡിൽ നിന്ന് വോട്ടർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. ലോഗിൻ ഐ ഡി ഇല്ലാത്തവർ ഫസ്റ്റ് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. ഇവിടെ സൈനപ്പിൽ കൊടുത്തതിനു ശേഷം നിങ്ങളെ ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്തതിനു ശേഷം നിങ്ങളെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങളെ ഫോൺ നമ്പറിലൂടെ OTP വരും. അതിനെ ഇവിടെ വെരിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ലോഗിൻ ആയതിനു ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഈ എപ്പിക് ഡൗൺലോഡിന്റെ ഓപ്ഷൻ. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷനുകൾ കാണിക്കും. ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് നമ്മൾ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് റെഫറൻസ് നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് വോട്ടർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് നമ്പർ ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ആ നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വോട്ടർ ഐ ഡി നമ്പർ ഉണ്ട്, ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തു. അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ വോട്ടർ ഐ ഡി നമ്പർ ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മളെ പേര് ഇവിടെ കാണാൻ പറ്റും. അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കാണാൻ പറ്റും. ഇവിടെ നമ്മൾ റിപ്പോർട്ട് വന്നിട്ട് ഗവൺമെന്റിന്റെ ഡാറ്റാബേസിലൂടെ ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് OTP ഓത്തന്റിക്കേഷൻ വേണ്ടി നമ്മളെ വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യണം. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ മൊബൈൽ നമ്പർ വന്നിട്ട് നമ്മളെ വോട്ടർ ഐ ഡി കാർഡിൽ രജിസ്റ്റർ ആയിരിക്കണം. എന്നാൽ തന്നെ നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ചിലവർക്ക് ഈ മൊബൈൽ നമ്പർ രജിസ്റ്റർ ഇല്ല എന്ന് കാണിച്ചാൽ, അഥവാ നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോം നമ്പർ 8 ഫില്ല് ചെയ്യണം. എൻ്റെ കേസിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു OTP പോയിട്ടുണ്ടാകും. ആ OTP നമുക്ക് ഇവിടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വെരിഫൈ എന്ന് കൊടുക്കുക. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മളെ വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ ഡൗൺലോഡ് ഈ എപ്പിക് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാകും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മളെ വോട്ടർ ഐ ഡി കാർഡ് വന്നിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഡിജിറ്റൽ വോട്ടർ ഐ ഡി കാർഡിന്റെ സിമ്പിൾ ഇവിടെ കാണിക്കും. ഈ PDF നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് യൂസ് ചെയ്യാനും പറ്റും. ഇത് വന്നിട്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഈ എപ്പിക് ലെറ്റർ ആണ്. ഇതിനെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും പറ്റും. ആവശ്യത്തിന് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് എവിടെയെങ്കിലും യൂസ് ചെയ്യാനും പറ്റും. അഥവാ ഇങ്ങനത്തെ കേസിൽ ആരെങ്കിലും നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന്റെ ഒരു ഡീറ്റെയിൽ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ വീണ്ടും നിങ്ങൾ voters.eci.gov.in ഈ ഒരു പോർട്ടലിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയി വരണം. അതിനുശേഷം ഡീറ്റെയിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് 3 രീതിയിൽ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാൻ പറ്റും. അഥവാ നിങ്ങളെ വോട്ടർ ഐ ഡിയിൽ നിങ്ങളെ ഫോൺ നമ്പർ ലിങ്ക് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇവിടെ നിങ്ങളെ സ്റ്റേറ്റ് കൊടുക്കുക, നെക്സ്റ്റ് ലാംഗ്വേജ് കൊടുക്കുക, അതിനുശേഷം നിങ്ങളെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പറിലൂടെ എത്ര വോട്ടർ കാർഡ് ലിങ്ക്ഡ് ആണോ ഇവിടെ നമ്മൾ വ്യൂ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അഥവാ ലിങ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെർച്ച് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങളെ പേര് കൊടുക്കുക, നെക്സ്റ്റ് നിങ്ങളെ റിലേറ്റീവ് നെയിം കൊടുക്കുക, അതിനുശേഷം നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതോ ഒരു ചിലവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലെങ്കിൽ, അതോ വയസ്സായവർക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ലെങ്കിൽ അവർ എത്രയാണോ വയസ്സ് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് മെയിൽ ആണോ ഫീമെയിൽ ആണോ കൊടുക്കുക, അതിനുശേഷം ഡിസ്ട്രിക്ട് കൊടുക്കുക, നെക്സ്റ്റ് അസംബ്ലി കൊടുക്കുക, നെക്സ്റ്റ് ക്യാപ്ച കൊടുക്കുക, അതിനുശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ നിങ്ങളെ റെക്കോർഡ് നിങ്ങളെ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കാണിക്കും. ഇവിടെ നിങ്ങളെ വോട്ടർ ഐ ഡി നമ്പറും ഇവിടെ കാണാൻ പറ്റും. സോ ഇതേപോലെ നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.